ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മെഡിനിലേൻ്റെ ഒത്തിരി വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ പൂക്കൾ വരുന്ന മെഡിനില വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പറാണ്. അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിന്ന് ഒത്തിരി ക്രീപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അതിൽ 5 വെറൈറ്റീൻ്റെ 11 വെറൈറ്റീൻ്റെ കോംബോ ഓഫറാണ്. അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ ഫ്രീ ഷിപ്പിങ്ങോടുകൂടി തന്നെയായിരിക്കും നൽകുന്നത്. ഇത് ആദ്യമേ കാണിച്ചേക്കുന്ന യെല്ലോ ബ്രൈഡലിൻ്റെ വൈറ്റ് കളറാണ്. പിന്നെ വരുന്നത് യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോംബോ ഓഫറിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. 5 വെറൈറ്റി ആണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് 350 രൂപയാണ്. ഇതിൽ ഏതെങ്കിലും 11 വെറൈറ്റി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് 599 രൂപയാണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൽ എവിടെ കേട്ടോ. അപ്പോൾ ആദ്യമേ കാണിച്ചത് വൈറ്റ് ബ്രൈഡൽ ബൊക്കെയാണ്. ഇത് യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ. ഇനി മൂന്നാമതായിട്ട് വരുന്ന പ്ലാന്റ് ആണ് പെട്രിയൻ്റെ നല്ല വയലറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് കേട്ടോ. നല്ല ഭംഗിയിലാണ് ഈ പെട്രിയ ഫ്ലവേഴ്സ് വരിക. കുറച്ചൊരു വള്ളി പോലെ പോയിട്ട് ഇങ്ങനെ കൊല കുത്തി ഒരുപാട് പൂക്കൾ തരും. പെട്രിയൻ്റെ വയലറ്റ് മാത്രമല്ല വൈറ്റൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഡാർക്ക് ലീഫായിരിക്കും ഇതിനും വരുന്നത്. പിന്നെ തുമ്പർജി അഥവാ ലേഡീഷു എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് ആർച്ച് രൂപത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വള്ളിച്ചെടിയാണ്. ഇപ്പോൾ പുതുമഴ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഏത് വള്ളിച്ചെടി നട്ടു വെച്ചാലും നന്നായിട്ട് പിടിക്കും കേട്ടോ. ഒരു ചെറിയൊരു മഴ കിട്ടി ഭൂമി ഒന്ന് തണുത്താൽ മാത്രം മതി. പിന്നെ തുമ്പർജിയേൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ. ഇതിങ്ങനെ കൊലകുത്തി പൂക്കളുണ്ടാവുന്ന ടൈപ്പാണ്. നമുക്ക് മതിലിൽ കൂടിയൊക്കെ കയറ്റാനും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മരമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കയറ്റി വിടാൻ പറ്റുന്ന നല്ലൊരു വള്ളിച്ചെടി തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയിൽ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് ഈ തുമ്പർജിയ ബ്ലൂ കളർ. പിന്നെ അത്യാവശ്യം ഒരു സൺലൈറ്റ് ഒക്കെ കിട്ടുന്നിടത്തൊക്കെ വെക്കാൻ പറ്റുന്ന നമുക്ക് പോട്ടിലൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ ടെക്കോമ അഥവാ ബോവർ വൈൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. ഇത് പ്യുവർ വൈറ്റ് ആയിരിക്കും ഇതിൽ ഫ്ലവേഴ്സ് വരുന്നത്. ഇതിൻ്റെ ലീഫ് നല്ല ഗ്രീൻ ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന മധുമാലതി അഥവാ റെങ്കൂൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ സിംഗിൾ പെറ്റലാണ് നമ്മൾ തരുന്നത്. ഡബിൾ പെറ്റൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സിംഗിൾ പെറ്റലാണ്. ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയും കൂടിയാണിത്. പിന്നെ വരുന്ന പവിഴമുല്ലയാണ് കേട്ടോ. വൈറ്റ് ആൻഡ് ഓറഞ്ച് കളറിൽ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് മുറ്റം നിറച്ചും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നല്ലൊരു വള്ളിച്ചെടി കൂടിയാണ് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് ഹണി സക്കിളാണ് കേട്ടോ. ഹണി സക്കിൾ 3 കളേഴ്സിൽ പൂക്കൾ വിരിയും. ഒരു വൈറ്റ് കളറ്, അതുപോലെ തന്നെ ഗോൾഡൻ കളർ, പിന്നെ ഒരു യെല്ലോ കളറിലേക്ക് 3 കളേഴ്സിൽ പൂക്കൾ വിരിയുന്ന ഒരു നല്ലൊരു വള്ളിച്ചെടിയാണ് കേട്ടോ. നല്ല ദൂരത്തു നിന്നൊക്കെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ മനം മയക്കിയ ഒരു സുന്ദരിയായിരിക്കും ഈ ഒരു കാറ്റ്സ് ക്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അപ്പോൾ കാറ്റ്സ് ക്ലോൻ്റെ നല്ല ഉഷാറായിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും കട്ടിങ്സ് എടുത്ത് റൂട്ട് വന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പിന്നെ നമ്മുടെ കോംബോയിൽ വന്നിരിക്കുന്ന ഒരു ജാസ്മിൻ വെറൈറ്റിയാണ്. അമേരിക്കൻ ജാസ്മിൻ എന്നാണ് ഈ വള്ളിച്ചെടിയുടെ പേര് വരുന്നത്. പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. നല്ലപോലെ വള്ളി വീശി കയറി ഒരുപാട് കൊല കുത്തിയാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഈ ഒരു ഓറഞ്ച് സുന്ദരീനെ കണ്ടു പരിചയമുണ്ടാവും. ഊട്ടി ഡേസി അഥവാ മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്നാണ് ഈ ഒരു പ്ലാന്റിനെ അറിയപ്പെടുന്നത്. വള്ളി വീശി പോയിട്ട് ഇതുപോലെ കൊല കുത്തി ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും. നമുക്ക് ചെറിയൊരു ഗ്രില്ലിലോ ഇല്ലെങ്കിൽ നെറ്റിലൊക്കെ കയറ്റി വിടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റും കൂടിയാണ്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. വൈനൊക്കെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വള്ളിച്ചെടിയാണ് ലെമൺ വൈൻ. കാണാനും സുന്ദരിയാണ്. അതുപോലെ തന്നെ നമുക്ക് വൈനൊക്കെ ഇതിൻ്റെ കായകൾ കൊണ്ട് ഉണ്ടാക്കാനും പറ്റും. നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാം, അല്ലാതെ ആർച്ച് പോലെയൊക്കെ എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. പിന്നീട് വരുന്ന ഒരു വേനൽക്കാലത്ത് എപ്പോഴും ഫ്ലവേഴ്സ് ആയിരുന്ന ഒരു ഓറഞ്ച് സുന്ദരിയാണ്. ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ ഈ സമയത്ത് ഒരുപാട് വീടുകളിൽ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ല റൂട്ട് വന്ന തൈകൾ അവൈലബിൾ ആണ്. നമുക്ക് അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് നട്ടുവെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. പിന്നെ പാഷൻ ഫ്രൂട്ട് പോലെ തന്നെ നല്ല ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പാഷൻ ഫ്രൂട്ട് കായയാണെങ്കിൽ ഇത് ഫ്ലവേഴ്സ് ആയിരിക്കും നൽകുന്നത്. നല്ല ഡാർക്ക് റെഡ് കളർ പാഷൻ ഫ്ലോറയാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്. ഇനി അടുത്ത ചെടി ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരു ടെക്കോമ അഥവാ ബോവർ വൈൻ. അതിൻ്റെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന അതുപോലെ തന്നെ പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് കാണാനും ഫ്ലവേഴ്സ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നേരത്തെ കാണിച്ച ഒരു ഓറഞ്ച് ലേഡീഷു ഉണ്ടല്ലോ, അതിൻ്റെ നല്ല റെഡ് കളർ വരുന്ന വെറൈറ്റിയാണ്. ഈ ലേഡീഷുവിൻ്റെ തന്നെ വെരിഗേറ്റഡ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഈ ഒരു കോംബോയിൽ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടത് വേഗം ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത നമ്പറിൽ അയച്ചോളൂ കേട്ടോ. അടുത്തത് കോഞ്ചിയാണ്. നമ്മൾ നേരത്തെ കണ്ട പെട്രിയൻ്റെ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് കോഞ്ചിയ. ഒരുപാട് പിങ്ക് ബട്ടർഫ്ലൈസ് നിൽക്കുന്ന പോലെ ആയിരിക്കും ഈ കോഞ്ചിയൻ്റെ പൂക്കൾ കാണാൻ വേണ്ടി. നല്ല ഭംഗിയിൽ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ കോഞ്ചിയ പ്ലാന്റ്. നമുക്ക് നന്നായിട്ട് കയറ്റി വിട്ട് നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. പിന്നെ വൈറ്റ് ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ. ബ്ലീഡിങ് ഹാർട്ട് നമുക്ക് പ്രോൺ ചെയ്ത് ബുഷായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും. ഇനി അതല്ലാതെ നമുക്ക് വള്ളിച്ചെടി പോലെ കയറ്റി വിട്ട് പൂക്കളാക്കിയെടുക്കാനും പറ്റും കേട്ടോ. പ്രോൺ ചെയ്താൽ ഒരുപാട് പൂക്കളാണ് കേട്ടോ. വള്ളിച്ചെടിയായിട്ട് നിൽക്കുമ്പോൾ അത്രയ്ക്ക് പൂക്കൾ കാണാറില്ല.
പിന്നെ ഗാർലിക് വൈനാണ് കേട്ടോ. വെളുത്തുള്ളീൻ്റെ സ്മെല്ലുള്ള കാരണം തന്നെയാണ് ഇതിന് ഗാർലിക് വൈൻ എന്ന പേര് വന്നേക്കുന്നത്. പാമ്പ് ശല്യം ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഈ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാകാറില്ല. നല്ലൊരു വള്ളിച്ചെടിയാണ് കേട്ടോ. പിന്നെ വരുന്നത് മെക്സിക്കൻ കോറൽ വൈൻ്റെ പിങ്ക് കളേഴ്സാണ് കേട്ടോ. പിങ്ക് കളറിൽ അരിമണി വിതറിയ പോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഇത് ചെറിയൊരു തണ്ടായിരിക്കും, വളരെ ചെറിയ തണ്ടുകളായിരിക്കും ഇതിനുണ്ടാവുന്നത്. നല്ല ഭംഗിയിൽ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ബ്ലീഡിങ് ഹാർട്ട് വൈറ്റ്, അതിൻ്റെ റെഡ് കളർ പ്ലാന്റാണ് ഇത്. നല്ല ഭംഗിയിൽ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പ്രൂൺ ചെയ്ത് ബുഷായിട്ട് വേണമെങ്കിൽ അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും കയറ്റി വിട്ടിട്ടാണെങ്കിൽ അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ വള്ളിച്ചെടികളെല്ലാം എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ പിടിച്ചു കിട്ടുന്ന പ്ലാന്റുകളാണ് കേട്ടോ. നന്നായിട്ട് കട്ടിങ്സ് എടുത്ത് നിങ്ങൾക്ക് ആയാലും പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വള്ളിച്ചെടികളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് അടുത്ത പ്ലാന്റ്സ് വരുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത പ്ലാന്റ് നമ്മുടെ കർട്ടൻ ക്രീപ്പറാണ് കേട്ടോ. കർട്ടൻ പോലെ ഒരുപാട് ഇങ്ങനെ വള്ളിയായിട്ട് നിൽക്കും. അതോടൊപ്പം തന്നെ പൂക്കളും തരുന്നൊരു വെറൈറ്റിയാണ്. ഇത് കണ്ടില്ലേ, നല്ല കർട്ടൻ പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ കർട്ടൻ ക്രീപ്പർ കേട്ടോ. ഇതിൻ്റെ ഇലകൾ കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗി. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി നിർത്താൻ പറ്റുന്നൊരു വള്ളിച്ചെടിയാണ്. അടുത്തത് ഗോൾഡൻ കാസ്കേഡ് ആണ് കേട്ടോ. നമ്മുടെ കണിക്കൊന്നേൻ്റെ പൂക്കളുമായിട്ട് നല്ല സാമ്യം വരുന്ന ഒരു വള്ളിച്ചെടിയാണിത്. ഈ പ്ലാന്റ് മാത്രം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ്. കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഈ ഗോൾഡൻ കാസ്കേഡിൻ്റെ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചേക്കുന്ന ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് വരുന്നൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ വേണ്ടിയിട്ടോ. ഇതിന് നല്ല റെഡ് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ലാസ്റ്റ് വണ്ണായിട്ട് വരുന്നത് നമുക്ക് നേരത്തെ കാണിച്ചിരിക്കുന്ന ബ്രൈഡൽ ബൊക്കേൻ്റെ യെല്ലോ കളർ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ്. ഇതിങ്ങനെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾ കുറച്ച് സെൻസിറ്റീവ് ആണ് കേട്ടോ. നമുക്ക് വള്ളിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അടുത്തത് നാര് പോലെ ഒരുപാട് വള്ളികൾ തൂങ്ങിക്കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് പ്രിൻസസ് വൈൻ കേട്ടോ. ഇത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വള്ളിച്ചെടികളൊക്കെയാണ് നമ്മുടെ കോംബോ ഓഫറിൽ പെടുന്നത്. 5 വെറൈറ്റിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ 5 വെറൈറ്റി 350 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതാ മൊത്തത്തിൽ നമ്മളൊന്ന് എടുത്ത് കാണിക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 5 വെറൈറ്റി 350 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോടുകൂടി തന്നെ കേരളത്തിൽ എവിടെയും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് 11 വെറൈറ്റീസാണ് വേണ്ടെങ്കിൽ 599 599 രൂപയാണ് റേറ്റ് വരുന്നത്. കേരളത്തിൽ എവിടെയും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോടുകൂടി തന്നെ അയച്ചു തരുന്നതായിരിക്കും. ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സിൽ എല്ലാം റൂട്ട് വന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഗോൾഡൻ കാസ്കേഡ് മാത്രമാണ് നമുക്ക് കുറച്ച് സ്റ്റോക്കുള്ളൂ. ബാക്കി എല്ലാ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാൻ തുടങ്ങിക്കോളൂ കേട്ടോ. 5 വെറൈറ്റീൻ്റെയും 11 വെറൈറ്റീൻ്റെയും കോംബോ ഓഫറാണ്. കേരളത്തിൽ എവിടെയും ഫ്രീ ഷിപ്പിംഗ് ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.